കോടതികളിൽ കേസ് ഫയൽ ചെയ്യുവാനുള്ള ഫീസ് വർദ്ധിപ്പിച്ച സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. അഭിഭാഷകർ കറുത്ത ബാഡ്ജ് ധരിച്ച് കോടതിയിൽ ഹാജരാകാൻ കേരള ബാർ കൗൺസിൽ ആഹ്വാനം ചെയ്തു. കുടുംബ കോടതിയിലെത്തുന്ന സ്ത്രീകൾക്കാണ് ഫീസ് വർധന വലിയ തിരിച്ചടിയായിരിക്കുന്നത്. കുടുംബക്കോടതി കേസുകളും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള കേസുകളും ഫയൽ ചെയ്യുന്നതിനുള്ള ഫീസാണ് സർക്കാർ കുത്തനെ വർദ്ധിപ്പിച്ചത്. വിവാഹ സമയത്ത് ലഭിച്ച സ്വത്ത് തിരിച്ചു ലഭിക്കാനായി വിവാഹമോചനശേഷം കുടുംബക്കോടതിയിലെത്തുന്ന സ്ത്രീകളെയാണ് ഫീസ് വർധനവ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത് ഫാമിലി കോർട്ട് ആക്ട് പ്രകാരമാണ് ഇങ്ങനെ സ്വത്തുക്കൾ തിരികെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹർജി നൽകുന്നത്. ഫാമിലി കോർട്ട് ആക്ട് സെക്ഷൻ 7 ക്ലോസ് 1 എക്സ്പ്ലനേഷൻ C പ്രകാരം നൽകുന്ന ഹർജിയിൽ ഇത്രയും കാലം, അതായത് കഴിഞ്ഞ മാർച്ച് 31 വരെ ഫിക്സഡ് കോർട്ട് ഫീ 50 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 2024 ഭേദഗതി പ്രകാരം ഫാമിലി കോർട്ട് ഫീ ആൻഡ് സ്യൂട്ട് വാല്യുവേഷൻ ആക്ടിലെ ഭേദഗതി പ്രകാരം അത് വലിയ തോതിൽ ഉയർത്തിയിട്ടുണ്ട്. നമ്മളൊരു വിഷയം എന്ന് പറയുന്നത് സമൂഹത്തിൽ ബന്ധം ശിഥിലമാകുന്ന സമയത്താണ് ആൾക്കാർ കോടതിയിൽ വരുന്നത്. അങ്ങനെ കോടതിയിൽ എത്തുന്നവർ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് വരുന്നത്. കാരണം ഭർത്താവ് ചിലവിന് കൊടുക്കില്ല, അവരെ ഉപേക്ഷിക്കപ്പെട്ടവരാണ്, മക്കളുണ്ടാവും, മക്കളെ നോക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ വരുന്ന സ്ത്രീകൾ അവരുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ബന്ധുക്കളോ നൽകിയ സ്വർണമോ പണമോ തിരികെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കേസുമായി കോടതിയിലേക്ക് വരുമ്പോൾ അവരിൽ നിന്ന് വലിയ തോതിൽ കോർട്ട് ഫീ ഈടാക്കുന്നത് ഒരു അനീതിയുണ്ട്. അതിൽ സ്ത്രീകൾക്ക് ലഭിക്കേണ്ട നീതി നിഷേധത്തിന് കാരണമാകും. ഇപ്പം തന്നെ ഈ പുതിയ ഭേദഗതി പ്രകാരം ഈ ക്ലെയിം എമൗണ്ട് 1 ലക്ഷം രൂപ 2 പവൻ്റെ വിലയാണ്. 1 ലക്ഷം രൂപ ആണ് ക്ലെയിം എമൗണ്ട് ഉണ്ടെങ്കിൽ അതിന് 200 രൂപയാണ് കോർട്ട് ഫീ. അതിന് മേലെ 1 ലക്ഷം മുതൽ 5 ലക്ഷം വരെ അത് കണക്കാക്കുന്നത് ക്ലെയിം എമൗണ്ട് 0.5%. ഇനി 5 ലക്ഷം കഴിഞ്ഞാൽ ക്ലെയിം എമൗണ്ടിൻ്റെ 1% നൽകണമെന്നാണ് പുതിയ ഭേദഗതി നിയമം പറയുന്നത്. ജസ്റ്റിസ് VK മോഹനൻ കമ്മിറ്റിയുടെ ഇടക്കാല റിപ്പോർട്ട് പ്രകാരമുള്ള ഫീസ് വർധനവ് കക്ഷികൾക്കും അഭിഭാഷകർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഈ മാസം 11 കോടതികളിൽ കറുത്ത ബാഡ്ജ് ധരിച്ച് ഹാജരാകാനാണ് ബാർ കൗൺസിൽ വിവിധ അഭിഭാഷക സംഘടനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ന്യൂസ് മലയാളം, കൊച്ചി.